കാശിനാഥൻ. രചന ചാന്ദിനി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്താ അധികാരത്തിന്റെ പേരിലാടാ നീ എന്റെ മകനെ തല്ലിയത്? അയാളുടെ കൈകൾ കാശിനാഥന്റെ കവിളിൽ പതിഞ്ഞു. എടോ, താനെന്തിനാ എന്നെ തല്ലിയത്? തന്റെ മകനെ ഞാൻ തള്ളിയിട്ടുണ്ടെങ്കിൽ അതവന്റെ കയ്യിലിരിപ്പോണ്ട. അതിന്റെ പേരിൽ ഇനി എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ, പ്രായമൊന്നും കാശിനാഥൻ നോക്കില്ല. കാശി, നീ ആരോടാണ് സംസാരിക്കുന്ന ഓർമ്മയില്ലേ? ഈ മനുഷ്യൻ നിന്റെ അച്ഛനാ. അച്ഛൻ? സ്വന്തമൊന്നല്ലല്ലോ. അത് കേട്ടെന്ന് അവിടെ തലൊരു നിമിഷം താഴ്ന്നു പോയി. കാശി മോനെ, നീ പോവാണോ? ഇവിടെ നിൽക്കാൻ മാത്രം ആരെനിക്ക് ഇവിടെ ഉള്ളത്? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ മകനെ നിങ്ങൾ മര്യാദക്ക് വളർത്തിയില്ലെങ്കിൽ നാട്ടുകാരുടെ കൈകൊണ്ട് തീരാനായിരിക്കും അവന്റെ വിധി. നിങ്ങൾ എന്തിനാ കാശിയെ തല്ലിയത്? അവൻ എൻ്റെ മകനാ. അവൻ എൻ്റെ മകനെ തല്ലി നീ കണ്ടില്ലായിരുന്നോ? കാശി ഇവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. അശ്വി, എപ്പോഴെങ്കിലും ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യ ആയെന്ന് തൊട്ട് നീയും കാശി എനിക്ക് ഒരുപോലെ തന്നെ ആയിരുന്നു. പിന്നെ നീ പറഞ്ഞ പോലെ വേർതിരിവ് കാണിച്ച് ഞാനല്ലല്ലോ, നീയും നിന്റെ അച്ഛനും അല്ലേ. ഒരിക്കൽ പോലും നിങ്ങൾ അവനെ ചേർത്ത് നിർത്തിയിട്ടില്ല. അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിങ്ങനെ ഒരു തെമ്മാടിയായി പോയത്. അതെ, അച്ഛൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിനുണ്ടായ മകനെ ചേട്ടനായിട്ട് കാണുന്ന അശ്വിന് കഴിയില്ല. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. അതിലാരോടൊന്നും എനിക്കിഷ്ടമല്ല. പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പുന്നാരമോനോട്. ഡോ കാശിനാഥ. എന്താടി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലടി പുല്ലേ എന്നെ പേരെടുത്ത് വിളിക്കരുതെന്ന്. പിന്നെ ഞാൻ എന്താണോ വിളിക്കേണ്ടത്? നീ ഒന്നും വിളിക്കണ്ട. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എൻ്റെ പിന്നാലെ നടക്കരുതെന്ന്. ഇങ്ങനെ പിന്നാലടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലടോ. ഇയാൾ എത്രയും വേഗം എന്നെ കെട്ടി കൂടെ കൂട്ടാൻ നോക്ക്. നിന്നോട് ഞാൻ പറഞ്ഞ ഇക്കാര്യം പറഞ്ഞു വരരുതെന്ന്. ഓ പിന്നെ ഈ പാർവതിയുടെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് കാശിനാഥന്റെ ആയിരിക്കും എന്ന് വിളിച്ചു പറഞ്ഞ് ഓടുന്ന പെണ്ണിനെ കാണെ അവന്റെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു. എങ്കിലും പെട്ടെന്ന് തന്നെ സമർത്ഥമായി അവൻ മറച്ചു. ഇഷ്ടമാണ് പെണ്ണെ നിന്നെ, പക്ഷെ ഇപ്പോൾ തുറന്നു പറയാൻ എനിക്ക് കഴിയില്ല. നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയ നിമിഷം തീരുമാനിച്ചതാ ഈ തെമ്മാടത്തിനുമെല്ലാം നിർത്തി സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് എൻ്റെ പെണ്ണായി നിന്നെ ക്ഷണിക്കണമെന്ന്. അതിനധികം താമസമില്ലടി പെണ്ണേ. ഇല്ല അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന അച്ഛനും അമ്മയെന്ന് വിശ്വസിക്കണം. എൻ്റെ ബൈക്കിൽ ആ മയക്കുമരുന്ന് വന്നെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. അച്ഛാ. ഇല്ല അശ്വി, ഇനി നീ പറയുന്നെല്ലാം വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത്രയും കാലം നീ പറഞ്ഞല്ല ഞാൻ വിശ്വസിച്ചു. നിന്റെ എല്ലാ തോന്നിയാസനും കൂട്ടുനിന്നു. ഇനിയില്ല അച്ഛാ, പ്ലീസ് എന്നെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കരുത്. എന്നെ ചതിച്ചാണ് അച്ഛാ. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രണ്ട്സും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ദാ അതിൻ്റെ ബാക്കിയായി ഇത്. അച്ഛാ, എന്നെ രക്ഷിക്കണം. ഈ സമയം വീട്ടിലേക്ക് വരുന്ന കാശിയാണെന്ന് മുറ്റത്തിടക്കുന്ന പോലീസ് ജീപ്പാണ്. കാശി അശ്വിന്റെ കവിളത്തടിച്ചു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞല്ലേടാ നിന്റെ ആ കൂട്ടിട്ട് മോശമാണെന്ന്. ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായില്ലേ? ഞാനൊരു തെറ്റും ചെയ്തില്ല. എന്നെ ഒന്ന് വിശ്വസിക്കണം. എന്നെ ചതിച്ചതാ. നീ ഒരു തെറ്റും ചെയ്തില്ലെന്ന് എനിക്ക് ഉറപ്പാണോ? അതെ. എന്നാ വാ. എക്സ്ക്യൂസ് മീ സർ. യെസ്, നിങ്ങളാര്? സാർ, ഞാൻ അശ്വിൻ്റെ ചേട്ടനാണ്. അത് കേൾക്കി അശ്വിനും അച്ഛനും അമ്മയും ഞെട്ടി കാശിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത്ര വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. സർ, മയക്കുമരുന്ന് ബൈക്കിൽ വന്നതിൽ അശ്വിനൊരു പങ്കുമില്ല. ആവശ്യം ഞാനാണോ? അത് ശരി. അപ്പൊ താൻ ചെയ്ത കുറ്റത്താണ് ഇതുവരെ ആ പയ്യൻ പഴികേട്ടല്ലേ? നിന്നെപ്പോലൊരു ക്രിമിനലിനൊക്കെ എന്ത് വിശ്വസിച്ചാടോ ഈ ഒരു വീട്ടിൽ കയറി താമസിച്ചിരിക്കുന്നത്? വന്ന് വണ്ടി കയറാ. പോലീസ് ജീപ്പ് മുറ്റത്തുനിന്ന് മറയുന്നതിന് മുമ്പ് കാശിയുടെ കണ്ണുകൾ അശ്വിനെ തേടി ചെന്നു. ഈ നിമിഷം തന്നെ കരഞ്ഞിളങ്ങിയ അശ്വിന്റെ കണ്ണുകളും കാശിയിലുടക്കി. വർഷങ്ങൾ ഇത്രയായിട്ടും പറയാതിരുന്ന പലതും ഒരു മാത്ര കൊണ്ട് അവർ പറഞ്ഞു. പോലീസ് ജീപ്പ് മുറ്റത്തുനിന്നും മറഞ്ഞ നിമിഷം എന്ത് വേണമെന്നറിയാതെ 3 പേരോടെ തറഞ്ഞിരുന്നു. ഉള്ളിലൊരു കനലുമായ ഒരു അമ്മ മനസ്സ്, സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാതെ ഉടറുന്ന മനസ്സ്. കാരണം ഇപ്പൊ കണ്ണുമുമ്പിൽ നിന്ന് മാഞ്ഞ് താൻ നൊന്തു പ്രസവിച്ച തന്റെ ചോരയാണ്. താൻ പ്രസവിച്ചല്ലെങ്കിലും പോറ്റി വളർത്തിയ മകനാണ് കൂടെയുള്ളത്. എന്താണ് വേണ്ടതെന്നറിയില്ല. ആ അച്ഛൻ്റെയും മകൻ്റെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല. ആദ്യമൊക്കെ സ്വന്തം മകനായി തന്നെ കണ്ടിരുന്നെങ്കിലും പിന്നീട് എപ്പോഴും അവൻ ശത്രുവായി മാറി. തൻ്റെ മകന് വേണ്ടി കാശിയെ ശത്രുവായി കണ്ടു. ഒടുവിൽ തൻ്റെ മകൻ്റെ രക്ഷയ്ക്ക് അവൻ തന്നെ വേണ്ടി വന്നു. കാശിനാഥൻ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നെങ്കിലും ഒരിക്കൽ പോലും ചേട്ടനായി കണ്ടിട്ടില്ല. അശ്വി എന്ന് വിളിച്ച് കൂട്ടുവിടാൻ വന്നപ്പോഴൊക്കെ ആട്ടിപ്പായിച്ചു. മുതിർന്നപ്പോൾ താൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശകാരിച്ചപ്പോഴും ശത്രുവായി കണ്ടു. എന്നിട്ടിപ്പോൾ തൻ്റെ രക്ഷയ്ക്ക് ആ മനുഷ്യൻ തന്നെ വേണ്ടി വന്നു. നീ എന്തിനാപ്പോൾ ഇവിടേക്ക് വന്നു? നിന്നെ പോലെ പെൺകുട്ടികൾക്ക് വരാൻ പറ്റിയിട്ടൊന്നല്ല ജയിൽ. എന്തിനാ ഇങ്ങനെ അങ്ങനെ കാര്യം നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആ അശ്വിനെ രക്ഷിക്കാനല്ലേ നിങ്ങളിത് ഏറ്റത്? അവനെപ്പോലെ ക്രിമിനലിന് വേണ്ടി നിങ്ങൾ എന്തിനാ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത്? നീ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? അവനെൻ്റെ അനിയനാ. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. എന്നിരുത്തി അവനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നോക്കിക്കാൻ ഈ കാശിനാഥനെ കൊണ്ടാവില്ല. ശരി, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞ എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. എനിക്ക് ഈ ജന്മം കാശിനാഥൻ്റെ പെണ്ണായിരുന്നാൽ മതി. ഒരു വാക്ക് പറഞ്ഞാൽ മതി. കാത്തിരുന്നോളാം ഞാൻ എത്ര കാലം വേണമെങ്കിലും. നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്? നീ എന്നല്ല, ഈ ജന്മം ഒരു പെണ്ണും കാശിനാഥൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടുകാരെ കാണിച്ചിരുന്ന ചെക്കനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് വേണേ. അച്ഛനോട് വഴക്കിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാത്തിരിക്കാൻ പറയുന്നു. തന്നെ മനസ്സിൽ ഞാൻ ഉണ്ടായിരിക്കുന്നു. പക്ഷേ
അതല്ലേ ഈ പൊട്ടിപ്പെണ്ണിൻ്റെ തോന്നൽ മാത്രമായിരുന്നു. അല്ലേടാ കാശിയാത് പ്രണയമായിരുന്നില്ലേടോ, എൻ്റെ പ്രാണനായിരുന്നില്ലേ താൻ. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. അല്ലെങ്കിൽ ആഗ്രഹിച്ചെല്ലാം സ്വന്താക്കിയ ജീവിതത്തിനൊരു സുഖവും ഉണ്ടാവില്ലല്ലോ. തന്നെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ലടോ. പക്ഷെ തൻ്റെ ഒരു ഉറപ്പില്ല എനിക്ക് വീട്ടിൽ പിടിച്ചിക്കാൻ കഴിയില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആരാണെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കും. എങ്കിലും തന്നെ പൂർണ്ണമായിട്ട് മറക്കാൻ എനിക്ക് കഴിയുമെന്നറിയില്ല. പോട്ടെ, മറക്കില്ല, മരണം വരെയും. പാറുവിൻ്റെ വാക്കുകൾ കേൾക്കെ ഹൃദയത്തിൽ 1000 സൂചി കയറിറങ്ങുന്ന പോലെ കാശിക്ക് അനുഭവപ്പെട്ടു. ഇഷ്ടമില്ലായിട്ടല്ല, ഈ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് കൂടെ കൂട്ടണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇപ്പം എനിക്കതിന് കഴിയില്ല. എന്നെപ്പോലൊരു ജയിൽ പുള്ളി നിനക്ക് ഒരിക്കലും ചേരില്ല. നീ പറഞ്ഞ പോലെ മരണം വരെ ഈ കാശിനാഥൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടാവൂ. തൻ്റെ മകനെ രക്ഷിച്ച മുതൽ അശ്വിൻ്റെ അച്ഛന് കാശിയുള്ള ദേഷ്യമെല്ലാം മാറിയിരുന്നു. അദ്ദേഹത്തിന് സ്വാധീനം ഉപയോഗിച്ച് കാശിയെ പുറത്തിറക്കി. വീട്ടിലെത്തിയ കാശിക്കകത്ത് അശ്വിനുണ്ടായിരുന്നു. ഏട്ടാ, അശ്വി ഏട്ടാ, പാപിയാ ഞാൻ. ഏട്ടൻ്റെ ജീവിതവും സ്വപ്നങ്ങളെല്ലാം തകർത്ത മഹാപാപി. എന്താടാ അശ്വി ഇത്? ഞാൻ നിന്റെ ഏട്ടനല്ലേടാ. ജനിച്ചതൊരച്ഛനും അമ്മയ്ക്കല്ലെങ്കിലും ഇത്ര വർഷം ഒന്നിച്ചല്ലേടാ നമ്മൾ താമസിച്ച്. പരസ്പരം വഴക്കിണെങ്കിലും എൻ്റെ അനിയനായിട്ട് എന്ന് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. മോനെ കാശി, നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നിനക്കൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് നിന്റെ അമ്മ എന്നെ 2ാമത് വിവാഹം കഴിച്ച്. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ തീർത്തും പരാജയമായിപ്പോയി. എന്തുകൊണ്ട് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല? എല്ലാം ഇവന് വേണ്ടിയായിരുന്നു. ഒടുവിൽ ഇവനെ രക്ഷിക്കാൻ നീ വേണ്ടി വന്നു. പൊറുക്കില്ലടാ നീ. അച്ഛാ, എന്താ ഇത്? എന്നും എൻ്റെ അച്ഛനായി അനിയനായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ നിങ്ങളെന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അമ്മേ, ഒരിക്കലും അമ്മ പറഞ്ഞ പോലെ ഇന്ന് കാശിനാഥന് എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും അനിയനും എല്ലാം. പക്ഷേ ഏട്ടാ, ഓർക്കാൻ കഴിയും ഏട്ടൻ എന്നോട്. ഏട്ടൻ്റെ പ്രണയം നഷ്ടമായത് ഞാൻ കാരണമല്ലേ? അത് കേൾക്കി കാശി ഞെട്ടി അശ്വിനെ നോക്കി. ഞാനൊരിക്കൽ പാറു ചേച്ചിയെ കണ്ടിരുന്നു, എല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ ചേച്ചിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഓട്ടടാ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. അവളെനിക്ക് വിധിച്ചിട്ടില്ല, അതോർത്ത് നീ വിഷമിക്കണ്ട. ഇപ്പം എനിക്കൊരു സങ്കടവും ഇല്ല. ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഒരിക്കലും ഒരുപാട് ആഗ്രഹിച്ചാ അച്ഛനും അമ്മയും ഞാനും നീ ഒരുമിച്ചൊരു ജീവിതം. ഇപ്പം അത് സാധ്യമായിരിക്കുന്നു. ഇനി ഈ ജീവിതകാലം മുഴുവൻ നിന്റെ ഏട്ടനായി ഞാനുണ്ടാവും. അവരോടൊക്കെ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൻ്റെ ഹൃദയം അവൾക്കായി അലമുറയിടുന്നുണ്ടായിരുന്നു. പാർവതി, കാശിനാഥൻ്റെ നഷ്ടപ്രണയം. ഈ ജന്മം കാശിനാഥൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരേ ഒരു പെണ്ണ്. സർ, എന്നിട്ടിപ്പോൾ ഏട്ടനെന്ത് ചെയ്യുന്നു? ഏട്ടനിപ്പോൾ വീട്ടിലുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം. അപ്പോൾ വിവാഹം? അത് കാശിനാഥനാ. ആ മനസ്സിൽ ഈ ജന്മം ഒരേ ഒരു പെണ്ണേ ഉണ്ടാവും. പാറു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ഏട്ടനെ അവരെ മറക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് സബ് കളക്ടറായിട്ട് ചുമതലയേൽക്കുമ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത്? അന്ന് തല്ലുകൂടിയും വഴക്കടിച്ച് നടന്ന പയ്യനെ അശ്വിൻ വിശ്വനാഥൻ IAS ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, എൻ്റെ ഏട്ടൻ കാശിനാഥൻ. കാരണം ആ സമ്പത്തിന് ശേഷം പുറത്തിറങ്ങാനും കൂട്ടുവിടാനെല്ലാം എനിക്ക് ഭയമായിരുന്നു. ഏട്ടൻ്റെ ജീവിതം ഞാൻ കാരണമാണല്ലോ തകർന്നെന്ന കുറ്റബോധം ഉള്ളിലുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന ഏട്ടനാണ്. കൂട്ടുകെട്ടുകളെ തിരിച്ചറിയാൻ പഠിപ്പിച്ചതും IAS എടുക്കാൻ നിർബന്ധിച്ചല്ല ഏട്ടനാണ്. അതുകൊണ്ട് രക്തബന്ധം പോലും മറന്ന് കൊല്ലും കുറേ നടത്തുന്നവർക്കിടയിൽ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനം വളരെ വലുതാണ്. കാരണം കർമ്മബന്ധം കൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് എൻ്റെ ഏട്ടൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഒഴിച്ചതിൻ്റെ രഹസ്യം ചോദിക്കുന്ന ആരോടും യാതൊരു മടിയും കൂടാതെ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് കാശിനാഥൻ.